ഇന്നത്തെ വീഡിയോ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കടയിൽ പോയിട്ട് ഇതാ 100 രൂപയുടെ പക്കോട മേടിച്ചു കൊടുക്കുന്നു. പക്കോട നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്ന് അറിയില്ല. നമ്മുടെ നാട്ടിൽ പക്കോട ഉള്ളിലേക്ക് ഇങ്ങനെ ചെറിയ ചെറുതായി പൊരിക്കില്ലേ, ആ സാധനമാണ്. അപ്പോൾ അത് 100 രൂപയ്ക്ക് ഞാൻ എങ്ങനെയാണ് എടുക്കാന്നുള്ളത് ചോദിച്ചപ്പോൾ അയാളൊരു ചെറിയ പാത്രം, ഈ ബീഫ് റോസ്റ്റൊക്കെ ഓർഡർ ചെയ്തില്ലേ, ഹോട്ടലിൽ നിന്ന് ചെറിയൊരു പ്ലേറ്റ്, അതുകൊണ്ട് ഇങ്ങനെ കോരി എടുത്തിട്ടാണ് 10 രൂപയ്ക്ക്. അപ്പോൾ ഞാൻ ആദ്യത്തെ കോരൽ എണ്ണി നോക്കുമ്പോൾ 7 ഉണ്ടായിരുന്നു. അങ്ങനത്തെ 10 കോരലാണിത്. ഇതൊന്ന് എണ്ണി നോക്കാം നമുക്ക് ലാഭമാണോ നഷ്ടമാണോ. ആദ്യത്തെ കോരലിൽ ഞാൻ എണ്ണി നോക്കുമ്പോൾ അതിൽ 7 പക്കോട ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമുക്ക് 70 പക്കോട കിട്ടണം. അപ്പോൾ നമുക്കിതിപ്പോൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ, മൊത്തം ഇങ്ങനെ 100 രൂപയ്ക്ക് വാങ്ങുന്നതാണോ, ഓരോ കടയിൽ നിന്ന് 10 രൂപയ്ക്ക് വാങ്ങുന്നതാണോ ലാഭം എന്ന് നോക്കണേ. ഇന്നത്തെ വീഡിയോയിൽ ഈ മൊത്തം വാങ്ങിയത് എത്രയാണെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. നാളെ അതുപോലെ ഓരോ കടയിൽ നിന്ന് ഞാൻ 10 രൂപയ്ക്ക് വെച്ച് വാങ്ങും. അപ്പോൾ അതിലെങ്ങനെ എണ്ണം വരുന്നത് നോക്കും. അപ്പോൾ അതാണ് ഇന്നത്തെ കണ്ടന്റ്. ഓക്കെ, നമുക്ക് തരണം. എനിക്ക് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്, ചമ്മന്തിയൊക്കെ ഉണ്ട് കേട്ടോ. 1 2 3 4 5 6 68 69 70. എന്ത് പക്ക, വളരെ പക്ക. ഒരു പ്ലേറ്റിൽ ഏണ്ണം വെച്ചിട്ട് 10 പ്ലേറ്റ് ഇട്ടാള്. അങ്ങനെയാകുമ്പോൾ എൻ്റെ മനസ്സിലാണ് 70 എണ്ണം വേണമെന്ന്. ഇപ്പൊ 70 ആയി. ഇനി കൂടുതലുള്ളത് ഇതാ, ഈ 2 എണ്ണം കുറച്ച് വേസ്റ്റ് ആണ്. വളരെ പക്ക. അപ്പോൾ ഇതില് 72 എനിക്ക് കിട്ടി. 100 രൂപയ്ക്ക് 72 പക്കോട കിട്ടി. ഇനി നാളെ ഞാൻ 5 കടകളിൽ നിന്ന് 20 രൂപയ്ക്ക് എത്തിച്ചു. 5 കടയിൽ നിന്ന് 20 രൂപയ്ക്ക് വാങ്ങാം. 10 രൂപയ്ക്ക് വാങ്ങുമ്പോൾ അവർക്ക് എന്തോ ഇതുപോലെ. അപ്പോൾ 20 രൂപയ്ക്ക് വെച്ചിട്ട് 5 കടയിൽ നിന്ന് വാങ്ങാം നാളെ. എന്നിട്ട് അതിലെത്ര ഉണ്ട് നോക്കാം. അപ്പോൾ ഏതാണ് ലാഭം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ. അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ. വീണ്ടും നാളത്തെ ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് കാണാം. അതുവരെക്കും ബൈ.